ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സൊളാങ് വാലിയിലത്തെ കാഴ്ചകളാണ് കണ്ടത്. ഞങ്ങൾ സൊളാങ് വാലിയിലത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണേ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അടൽ ടണലിൻ്റെ അകത്ത് കൂടിയല്ലേ പോയത്. അപ്പോൾ തിരിച്ചും സെയിം റൂട്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ വന്നിട്ട് ഞങ്ങൾ അടൽ ടണലിൻ്റെ ഇങ്ങോട്ടുള്ള എക്സിറ്റിൽ നിർത്തി. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിർത്തി ഫോട്ടോസൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വരുന്ന വഴിക്ക് അടൽ ടണലിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ പുറകിലത്തെ മലകളൊക്കെ എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നത് അല്ലേ. ഞങ്ങൾ തിരിച്ച് മണാലിക്ക് പോവാണ്, ഹോട്ടൽ റൂമിലേക്ക്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. നോക്കൂ, മലകളൊക്കെ എന്ത് ഭംഗിയായിട്ടിരിക്കണം, മഞ്ഞ് വീണിട്ട്. ഇതൊക്കെ പൈൻ മരങ്ങളാണേ. ഇവിടെയൊക്കെ പൈൻ മരങ്ങൾ കുറച്ച് നല്ല ഗ്രീനിഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് ദൂരത്തേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും, മരങ്ങളുടെയൊക്കെ ഇലകളുടെ മുകളിലൊക്കെ മഞ്ഞ് വീണിട്ട് കുറച്ച് ഡള്ളായിട്ടാണ് ഇലകളൊക്കെ ഇരിക്കണേ. അപ്പോൾ ഈ കാണുന്നതൊക്കെ ലാൻഡ് സ്ലൈഡിങ് നടന്ന സമയത്ത് വെള്ളം ഒഴുകി വന്ന വഴിയാണെന്നാണ് ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞതേ. അങ്ങനെ ഞങ്ങൾ അതേ മഞ്ഞ് വീണ് കിടക്കുന്ന മലകളുടെയൊക്കെ സൈഡിൽ കൂടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇത് മണാലിയിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പോൾ ഏതാണ്ട് ഉച്ചയൊക്കെ കഴിഞ്ഞു സമയം ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും. നോക്കൂ, മലകളൊക്കെ രണ്ട് കളറിലിരിക്കുന്നത് കാണുന്നില്ലേ. സൂര്യരശ്മി വീഴുന്ന സ്ഥലത്ത് നല്ല ഗോൾഡൻ കളറിലും ബാക്കിയുള്ളതൊക്കെ നല്ല ഗ്രീനിഷായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയാനുള്ളൂ, നിങ്ങൾ ഹിമാചൽ പ്രദേശിൽ എവിടെ നോക്കിയാലും പ്രകൃതി അത്രയും കനിഞ്ഞനുഗ്രഹിച്ച് പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളാണ്. ഈ യാത്ര തന്നെ നമുക്ക് ഒരു വല്ലാത്ത അനുഭൂതിയാണ്, എക്സ്പീരിയൻസാണ് ഹിമാചലിൽ കൂടിയുള്ള ഓരോ യാത്രകളും. അപ്പോൾ ഞങ്ങൾ ആ ഓരോ ഭാഗത്ത് നോക്കുന്തോറും വ്യത്യസ്തമായ ഭംഗിയും വ്യത്യസ്തമായ സൗന്ദര്യവുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതൊക്കെ ഓരോ വ്യൂ പോയിൻറ്റ്സും ആക്ടിവിറ്റി പോയിൻറ്റ്സൊക്കെയാണ്. അതുകൊണ്ടാണ് അവിടെയൊക്കെ വണ്ടികളങ്ങനെ നിർത്തിയിട്ട് കാണുന്നത്. അങ്ങനെ ഞങ്ങളത് ഹിമാലയത്തിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നേരെ ഹോട്ടൽ റൂമിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് മാൾ റോഡിൽ പോകാൻ വേണ്ടിയിട്ടാണ്. മണാലിയിലത്തെ മാൾ റോഡ് വളരെ ഫേമസ് ആയ സ്ഥലമാണ്. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എന്നുള്ളത് മാൾ റോഡാണേ. അങ്ങനെ ഞങ്ങളിത് ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഞങ്ങൾ ഡ്രസ്സ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. ഈ കാണുന്നത് ഹോട്ട് എയർ ബലൂൺ ആക്ടിവിറ്റിയാണ്. നമുക്ക് ആ ഹോട്ട് എയർ ബലൂണിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് അവർ അതിൻ്റെ അടിയിൽ തീ കൊടുക്കുക ചെയ്യാം. അപ്പോൾ ബലൂൺ പൊങ്ങിയിട്ട് സഞ്ചരിക്കും. അപ്പോൾ നമുക്ക് മണാലീൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ഇതേ ഹോട്ടൽ റൂമിലെത്തി. അപ്പോൾ അവിടെ ഒരു എന്താണ് പറയുക, തണുപ്പത്ത് ചൂടാവാൻ വേണ്ടിയിട്ട് ഒരു ചൂല ഉണ്ടായിരുന്നു. അപ്പോൾ വേദുവും ഹനിയും അതിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവിടെ സൊളാങ് വാലിയിലത്തെ നല്ലോണം തണുപ്പടിച്ചിട്ട് ഇത്തിരി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മാൾ റോഡിലേക്ക് പോവാണ്. ഞങ്ങൾ താമസിച്ച മല്ലു സിംഗ് എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് 2 കിലോമീറ്ററാണ് മാൾ റോഡിലേക്കുള്ള ദൂരം. ഞങ്ങളങ്ങനെ നടന്നു പോകാമെന്ന് തീരുമാനിച്ചു. വൈകിട്ട് തണുപ്പത്ത് നടക്കാൻ ഒരു രസമല്ലേ. വഴിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ മാൾ റോഡിലേക്ക് നടക്കുകയാണേ. ഞങ്ങൾ മാൾ റോഡിലേക്ക് നടന്ന് മാൾ റോഡിലെത്തി. മാൾ റോഡിൽ അവിടെ വിൻ്റർ ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ മാൾ റോഡൊക്കെ നല്ല ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, വലിയ ആൾക്കൂട്ടമായിരുന്നേ, നല്ല തിരക്കായിരുന്നു മാൾ റോഡ് മുഴുവനും. അവിടെ വിൻ്റർ കാർണിവൽ നടക്കുകയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഗെയിംസിൽ ജയിക്കുന്നവർക്കുള്ള വലിയ വലിയ പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഥാറും സൂപ്പർ ബൈക്സും ഒക്കെ ആയിരുന്നു തമ്പോല പോലുള്ള ഗെയിമിൽ നിന്നൊക്കെ ഇവർ ഗിഫ്റ്റ് ചെയ്യുന്നത് മണാലി കാർണിവലിനോടനുബന്ധിച്ച്. അപ്പം ഞങ്ങൾ
ആക്ച്വലി മാൾ റോഡ് എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് സെൻറ്ററാണേ. ഇത് സിറ്റിയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീറ്റാണേ. അപ്പോൾ മണാലിയിലത്തെ പ്രധാനപ്പെട്ട എല്ലാ ഓഫീസുകളും, അതായത് പോലീസ് ഹെഡ് ക്വാർട്ടർ, ഫയർ സർവീസസ്, ആംബുലൻസ്, അങ്ങനെ എല്ലാ എമർജൻസി സർവീസുകളും ഓഫീസസൊക്കെ ഈ മാൾ റോഡിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എമർജൻസി വെഹിക്കിൾസിനല്ലാണ്ട് വേറെ വാഹനങ്ങൾക്കൊന്നും മാൾ റോഡിലേക്ക് പ്രവേശനമില്ല. ഇവിടെ നമുക്ക് കാൽനടയായിട്ട് മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അതാണ് മാൾ റോഡിൻ്റെ പ്രത്യേകത. ഇതേമാതിരി ഒരു മാൾ റോഡ് ഷിംലയിലും ഉണ്ട്. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം സിക്കിമിൽ ഗാങ്ടോക്കിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഇതേപോലെ ഒരു സ്ട്രീറ്റ്, വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ലാണ്ട് ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റുന്ന മാതിരി. അതിൻ്റെ മോഡലിൽ തന്നെയാണിത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗാങ്ടോക്കിലത്തേക്കാളും കുറച്ചും കൂടി കടകൾ കൂടുതലുണ്ട്, ഇത്തിരി വിസ്തൃതിയും കൂടുതലുണ്ട് മണാലിയിലത്തെ മാൾ റോഡിന്. ഇതുണ്ടോ, ഇതൊക്കെ അവിടുത്തെ വിൻ്റർ കാർണിവലിൻ്റെ ഭാഗമായിട്ട് മാൾ റോഡ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി വലിയ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് വിൻഡോ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മാൾ റോഡിൽ വന്നത്. അങ്ങനെ ഞങ്ങളിതേ രാത്രി മണാലിയിലത്തെ മാൾ റോഡിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണേ. ഇത് മാൾ റോഡിലുള്ള ഒരു ചെറിയ ദുർഗാദേവിയുടെ അമ്പലമാണ്. കുഞ്ഞു മന്ദിറാണ്, പക്ഷെ കാണാൻ അതിൻ്റെ ആർക്കിടെക്ചർ അത്രയും ഭംഗിയുള്ള ആർക്കിടെക്ചറാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹിമാചലിലെ എല്ലാ കെട്ടിടങ്ങളും നല്ല ഭംഗിയുള്ള ആർക്കിടെക്ചറൽ മോഡലിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ അമ്പലത്തിനും ആ പ്രത്യേകതയുണ്ട്. അത് വെറും മരവും കല്ലും വെച്ച് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന അമ്പലമാണ് അത്. ഇത് കാശ്മീരി ഷോളൊക്കെ വെക്കുന്ന ഒരു കടയിൽ ഞങ്ങൾ കയറിയതാണ്. ഇവർക്ക് വിൻ്റർ ഷോളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരത് പുതച്ചിട്ട് നടക്കുകയൊക്കെ ചെയ്യണേ. 150 का ഷോൾ ഉണ്ട് ചേച്ചി. നമുക്ക് ആ ചെരുപ്പടയിൽ ഒന്ന് കയറി വെക്കല്ലോ വെറുതെ. നല്ല ചെരുപ്പ് കട നോക്ക്. 450 അല്ലേ ചേച്ചി? അത് വിശാലിൽ 200 രൂപയ്ക്ക് കിട്ടും. ഈ ചപ്പലേ വിശാലിൽ 150-200 കിട്ടും. ആ, ഞാനിട്ടത് 200 രൂപയ്ക്ക് ഓൺലൈൻ വാങ്ങിച്ചതാണേ കഴിഞ്ഞ വർഷം. പക്ഷെ 150 വിശാലിലുണ്ട് സെയിം സാധനം. ഇവിടെ വില കൂടുതൽ. ആക്ച്വലി ഇവിടെ മണാലിയിൽ സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ബാക്കി സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ അംബാലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വിൻ്റർ ആക്സസറീസ് ആയാലും മറ്റ് ആക്സസറീസ് ഒക്കെ ആയാലും വില ഇത്തിരി ഒരു ഹയർ റേഞ്ചിലായിട്ടാണ് തോന്നിയത്. മേ ബി ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കും. ഓൾമോസ്റ്റ് ഞങ്ങൾ കണ്ട ഹിൽ സ്റ്റേഷനുകളിലൊക്കെ പ്രൈസ് താഴത്തേക്കാളും കൂടുതലായിട്ട് തന്നെയാണ് കണ്ടത്. അപ്പോൾ സെയിം കാര്യം തന്നെയാണ് മണാലിയിലും, പൈസയൊക്കെ ഇത്തിരി കൂടുതലായിരുന്നു. അപ്പം നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്ത് ബാർഗെയിൻ ചെയ്തൊക്കെ ഷോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ തീരാറായി. പക്ഷേ ഒന്നും കാര്യമായിട്ട് വാങ്ങിച്ചില്ല. ഹനിക്ക് ഒരു പോഞ്ച് മാത്രമാണ് ഞങ്ങൾ ഇത്രയും നേരം മാൾ റോഡിൽ കൂടെ നടന്നിട്ട് വാങ്ങിച്ചത്. വേറെ കാര്യമായിട്ട് ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, പൈസ ഹയർ റേഞ്ചിലായിരുന്നു. അപ്പോൾ അതിനേക്കാളും കുറവുള്ള പൈസയ്ക്ക് സെയിം സാധനങ്ങൾ അംബാലയിൽ അവൈലബിൾ ആയിരുന്നു. അത് കാരണം ഞങ്ങൾ ഹനിക്ക് വേണ്ടി ഒരു പോഞ്ച് മാത്രം വാങ്ങിച്ചിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി അടുത്തത് ഞങ്ങൾ മണാലിയിലത്തെ 3rd ഡേ ആണ് അടുത്ത വീഡിയോയിൽ വരുന്നത്, ഹഡിംബ ടെമ്പിൾ വിസിറ്റൊക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. Like and then the bye bye to you.